രഞ്ജിനി ഹരിദാസിന്റെ ചില തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഇളക്കി മറിച്ചിരിക്കുന്നത്. ആരാണ് ആ നടൻ എന്ന് തന്നെയാണ് പ്രധാന ചോദ്യം. മറ്റൊന്നുമല്ല, രഞ്ജിനി ഹരിദാസിന് ഷർട്ടിടാത്ത ഫോട്ടോ അയച്ചു കൊടുത്ത ഒരു നടൻ, കിടപ്പുമുറിയിലേക്ക് ക്ഷണിച്ച മറ്റൊരാൾ. അങ്ങനെ തുറന്നു പറച്ചിലുകൾ കൂടുമ്പോൾ ഇതൊക്കെ ആരാണ് എന്ന ചർച്ചകൾ വരുന്നു. പല ഊഹാപോഹങ്ങളും പുറത്തു വരുന്നുണ്ട്. നിരവധി ഗോസിപ്പുകളാണ് രഞ്ജിനി ഹരിദാസിന് ചുറ്റുമുള്ളത്. എല്ലാ കഥകളും ഗോസിപ്പുകളും പറഞ്ഞു പരത്തി മറ്റുള്ളവരുടെ ജീവിതത്തിന് കേടുപാടുണ്ടാക്കി ആനന്ദിക്കുന്നവരും നിരവധിയുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് സമൂഹത്തിൽ ഫേസ് വാല്യൂ ഉള്ള സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെയാണ്. വളരെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒന്നാണ് ഗോസിപ്പുകൾ. അവ ഒരുപക്ഷെ വേദനിപ്പിച്ചേക്കാം. കേൾക്കേണ്ടി വരുന്ന ഗോസിപ്പുകൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. സെലിബ്രിറ്റി ലൈഫ് നയിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഇത്തരം ഗോസിപ്പുകളാൽ പലപ്പോഴും മുറിവേറ്റിട്ടുള്ളവരാണ്. അക്കൂട്ടത്തിൽ ഒരാളാണ് നടിയും അവതാരകയും മോഡലും എല്ലാമായ രഞ്ജിനി ഹരിദാസ്. ഉള്ളം തുറന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളായതുകൊണ്ട് തന്നെ പലരും അതിന്റെ പേരിൽ ഗോസിപ്പുകളും വീഡിയോ റിപ്പോർട്ടുകളും ഒക്കെ പ്രചരിപ്പിച്ച് കരിവാരി തേക്കാറുണ്ട്. എന്നാൽ രഞ്ജിനി ഹരിദാസ് എല്ലാത്തിനും നന്നായി തന്നെ മറുപടി നൽകാറുമുണ്ട്. ഈ രഞ്ജിനി ഹരിദാസിന്റെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. അത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ വൈറലായിരുന്നു. രഞ്ജിനി ഹരിദാസിനെ മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ റിസോർട്ടിൽ നിന്ന് എടുത്തോണ്ട് പോവേണ്ടി വന്നു എന്നൊരു വാർത്ത കുറെ നാളുകൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ മദ്യപിച്ച് ലക്കുകെട്ട രഞ്ജിനിയെ ബൗൺസേഴ്സ് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. ഇതേക്കുറിച്ച് ഒരിക്കൽ രഞ്ജിനി തുറന്നു പറഞ്ഞിരുന്നു. രഞ്ജിനി പറഞ്ഞത് താൻ മദ്യപിക്കുന്ന വ്യക്തിയാണ് എന്ന് തന്നെയാണ് രഞ്ജിനി സമ്മതിച്ചുകൊണ്ട് മറുപടി നൽകിയത്. ഞാൻ മദ്യപിക്കുന്നയാളാണ്, കൂട്ടുകാർക്കൊപ്പമാണ് ഞാൻ മദ്യപിക്കാറുള്ളത്. ഞാൻ കുറെ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ ബൗൺസേഴ്സ് എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ വേറെയും കുറെ കഥകൾ എന്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. പല കഥകൾ നിങ്ങൾ എല്ലാവരും കേട്ടതിൽ ഒന്ന് മാത്രമാണിത്. പാർട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ട്രിവാൻഡ്രത്തും ഗോവയിലും ന്യൂയോർക്കിലും എല്ലാം പോയി പാർട്ടികളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. സ്ട്രെസ്സോടെ ജോലി ചെയ്യുന്ന എനിക്ക് റിലാക്സ് ചെയ്യാനുള്ള മീഡിയമാണ് ഇത്തരം പാർട്ടികൾ. പിന്നെ ഞാൻ മദ്യപിക്കില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഞാനൊരു സോഷ്യൽ ഡ്രിങ്കറാണ്. മദ്യപിക്കുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. മദ്യപിച്ച് ലക്കുകെട്ട എന്നെ ബൗൺസേഴ്സ് എടുത്തുകൊണ്ട് പോയിരുന്നുവെങ്കിൽ ഞാനത് നിങ്ങൾക്ക് സമ്മതിച്ചു തന്നേനെ. കാരണം എനിക്കതിൽ ഒരു മടിയുമില്ല. എപ്പോൾ കുടിക്കണം, എവിടെ കുടിക്കണം, എങ്ങനെ കുടിക്കണം എന്ന് നന്നായി അറിവുള്ളയാളാണ് ഞാൻ. എന്റെ അമ്മയ്ക്കും അതിൽ പൂർണ്ണ അറിവുണ്ട്. എനിക്ക് എന്നെ നോക്കാൻ അറിയാമെന്നും അമ്മയ്ക്കറിയാം. മദ്യപാനം നമ്മുടെ ശീലവും അത് മറ്റുള്ളവർക്കും നമുക്കും മോശമായി ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അത് തെറ്റായ കാര്യമാകുന്നത്. അമിതമായാൽ അമൃതും വിഷം എന്ന തിയറിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് രഞ്ജിനി പറയുന്നത്. താരത്തിന്റെ പഴയ അഭിമുഖം വീണ്ടും വൈറലായി മാറിയതോടെ രഞ്ജിനിയുടെ സത്യസന്ധമായ വാക്കുകൾ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. പല കാര്യങ്ങളും രഞ്ജിനി തുറന്നു പറയാറുണ്ട്. ഈ ഫീൽഡിൽ നിൽക്കാൻ വലിയ ധൈര്യം വേണമെന്നും, എന്നാൽ തനിക്ക് ഇങ്ങനെ ചില ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ആ പ്രായത്തിൽ തനിക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ കൂടി താൻ എല്ലാത്തിനെയും എതിർത്തിരുന്നുവെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു. ഇത്രയും വർഷം ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അത് ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാക്കാത്തത് കൊണ്ടാണെന്നും ഒരു അഡ്ജസ്റ്റ്മെന്റിനും താൻ തയ്യാറായിരുന്നില്ല എന്നും രഞ്ജിനി തുറന്നു പറഞ്ഞു.